പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കറി വെച്ചു, മീൻ കിട്ടിയതിനും മീൻ കറി വെച്ചു. അപ്പോൾ ഒന്നും വറുക്കാനില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറമ്പത്തോട്ടെല്ലാം നടന്നു പിന്നെ വറുക്കൊന്നും വെച്ചു. അപ്പോൾ മുരിങ്ങ ചപ്പിന് നോക്കിയപ്പോൾ മുരിങ്ങ വില കുറച്ചേ ഉള്ളൂ, വീട്ടിൽ വറുക്കാൻ മാത്രമില്ല. അപ്പോൾ അന്ന് അപ്പുറത്തെ പറമ്പത്തെ സിലോൺ ചില കണ്ടത്. ഞാനത് അവർ പറമ്പ് വയക്കുമ്പം ആദ്യം ഒരു ട്രിപ്പ് വയക്കലും എല്ലാവരും തേച്ച് മൊത്തം വയക്കിനു എന്നിട്ട് തയ്ച്ച് വന്നതാണ്. ഇപ്പോൾ രണ്ടാമതും വയക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വയക്കല്ല, ഇത് അവിടെ വർക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചതന്നെ, വയക്കാണ്ട് വെച്ചതാണ്. അപ്പോൾ ഒരു വറവിനുള്ള സാധനമായി. ഓ വേണ്ട വേണ്ട, അതില്ലേ അപ്പുറത്തെ വലിയ ചേച്ചിയാണ്, എന്നോട് വിളിച്ച് ചോദിക്കുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ. ഇത് നമുക്കൊരു വറവിനുള്ള സാധനമായി. പിന്നെ ഒരു പ്രാവശ്യം ഈ വെള്ളപ്പൊക്കമായിട്ട് വന്ന് കുറേ സ്ത്രീകളുണ്ടായിരുന്നു വീട്ടിൽ. എനിക്ക് എന്നോട് ഒന്ന് ചേച്ചി പൈസ തന്നെല്ലാം കുറച്ച് പൈസ കൊടുത്തു അവർക്ക്. ഈ എലിയൊന്ന് പറിച്ചോട്ടം ചോദിച്ചു, ചോദിച്ചേ. ഞാൻ പറഞ്ഞ് അതിനൊന്നും അപ്പം നിങ്ങൾ പറിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു സന്തോഷം കാരണം അവരിങ്ങനെ തേച്ച് പറിച്ച് ഞങ്ങൾ കൊമ്പ് പൊട്ടിക്കണ്ട, ഇങ്ങനെ ഇലകൾ മാത്രം നിങ്ങൾ പറിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാണെന്ന്. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ ഈ ഇലകൾക്ക് ഭയങ്കര ഇതാപോലും, അവർ കറി വെക്കാൻ നല്ല ഇങ്ങനെ ഉപയോഗിക്കുന്ന പോലും. അങ്ങനെ ഒരു പേടി ഞാൻ പറിച്ച ഇത് ഒരു വറവനുണ്ടാവും, തേച്ച് കളഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതെല്ലാം നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനമല്ലേ, വെറുതെ. പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ വറുത്താൽ. ഇലക്കറികളിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ആണത്. എല്ലാ സാധനവും നമ്മൾ പീടിയിൽ നിന്ന് വറക്കേണ്ട ബീൻസ്, ക്യാബേജ് അങ്ങനത്തെ എല്ലാം വറുക്കാൻ വാങ്ങുന്നതിനെക്കാട്ടും പിന്നെ നമ്മളെ കുടുംബ ബഡ്ജറ്റ് പിന്നെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഇലകൾ, സിലോൺ ചീര, മുരിങ്ങച്ചപ്പ്, പപ്പായ, പിന്നെ ഞാൻ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്, വെണ്ട, വഴുതിനിങ്ങ, അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഓരോന്ന് വറക്കുമ്പോൾ നമുക്ക് പിന്നെ കുറേ എല്ലാം നമുക്ക് പീടികയിൽ നിന്ന് വാങ്ങുമ്പം എത്ര പൈസയാവും. അപ്പം നമ്മളെ കുടുംബത്തിൽ അത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം ഒരു വക ഒപ്പിച്ചാൽ നമ്മളെ കുടുംബ ബജറ്റ് നമുക്ക് കുറേ കൊണ്ടുപോകാൻ പറ്റും, ചെറിയ തോതിൽ. അങ്ങനെയെല്ലാം നമുക്ക് നോക്കിയാലേ അല്ല എല്ലാ സാധനവും നമ്മൾ പീടികയിൽ തന്നെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മാസം നല്ല രീതിയിൽ ചിലവ് ഉണ്ടാവും. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുടുംബത്തിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം നമുക്ക് ഒതുക്കാൻ പറ്റും. നമുക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെയെല്ലാം വറക്കാനും അങ്ങനെയെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ അങ്ങനെ കണ്ടെത്തുക, ഓരോ ദിവസം ഓരോന്ന് വറക്കുക. ഇപ്പോൾ ഓരോ ആൾക്ക് ഇങ്ങനെ വറവിനോട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കറി, പക്ഷെ നമുക്ക് വറവ് നിർബന്ധമാണ് കേട്ടോ. ഒരു കറി ഒരു വറവ് അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ വറവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എപ്പോൾ എന്തെങ്കിലും ആയിട്ട് കണ്ടെത്തും കേട്ടോ. ഇപ്പോൾ പച്ചക്കറിക്കെല്ലാം തീ പിടിച്ച് പടരുന്ന സമയമല്ലേ, അതായത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് പിന്നെ ചിലവെറുക്കാൻ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ കേട്ടോ. പണക്കാർക്ക് അത് പ്രശ്നമല്ല കേട്ടോ, നമ്മളെ പോലത്തെ അടക്കാതെ ഞാൻ പറയുന്നത്. എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കണ്ട. ഇനി ഉമ്മർത്ത് നിന്ന് അടുക്കളയിലേക്ക്. ചീര കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ ചേർത്ത്. മഞ്ഞൾ ചേർക്കുന്ന വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, അപ്പോഴേക്ക് ചട്ടി നമ്മൾ ഇടാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ,
ചട്ടിയിൽ വെള്ളം ചട്ടി വെള്ളം തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടട്ടെ. പിന്നെ ഉണക്കമുളക് ഇടണേ. അതിൻ്റെ അടുത്ത് ഉണക്കമുളക് ഇല്ല ഇപ്പോൾ, അതുകൊണ്ടാണ് ഉണക്കമുളക് ഇടാത്തത്. വെളുത്തുള്ളി, അത് വെളുത്തുള്ളി ചോന്നിട്ടുണ്ട്. എന്താ ഈ ഇതിലോട്ട് ഇട്ട് വെക്കാം. ഇത് കുറച്ച് വെക്കാം കേട്ടോ. ഈ ചൂട് ഭയങ്കര ഉണക്കമുളക് ഇടാത്തത് കൊണ്ട് ഞാനൊരു പച്ചമുളക് കുറച്ച് മൂന്ന് മിനിറ്റേ വേണം. ഇനി ഞാനിത് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് കണക്കാണ്. കണ്ടോ, ഇന്നത്തേക്ക് ഉള്ള വറവ് റെഡിയായി. ഓഫ് ചെയ്യുന്നു. ഇതായി. ഇന്നത്തേക്ക് വീഡിയോ അവസാനിച്ചത്. ടാറ്റാ.